हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് രത്ന മാതാജിയുടെ വീട്ടിലാണ്, ഹരിപ്പാടുള്ള. അന്നേരം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ സത്സംഗമുണ്ട്, അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. അന്നേരം ഇപ്പോൾ 8 മണിയാകുമ്പോഴാണ് സത്സംഗം. 8-8:30 ആകുമ്പോൾ അമ്പലത്തിലെ. അന്നേരം അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ചർച്ചയാവാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് അയോധ്യയിൽ സൂര്യൻ ഉദിക്കുന്നു. ഹരിബോൾ. രാംലാല. അന്നേരം രാംലാലയ്ക്ക് സന്തോഷത്തിനായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഇവിടുത്തെ രത്ന മാതാജിയുടെ ലല്ലയാണ്. മാതാജി സുന്ദരക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടി മാതാജി ഭഗവാന്റെ കാര്യമൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ. മാതാജിക്കും പ്രഭുജിക്കും സ്വന്തം കുട്ടിയെ പോലെയാണ് ഭഗവാൻ. അന്നേരം നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന നിമിഷമാണ് ഇന്നത്തെ ദിവസം. സൂര്യവംശത്തിലെ സൂര്യൻ ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ത്രേതായുഗത്തിന് ശേഷം വീണ്ടും ഉദിക്കുകയാണ്. ശ്രീരാമചന്ദ്ര ഭഗവാനിക്ക് ജയ്. അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ ഉദിക്കുന്നു. സൂര്യവംശത്തിലാണെങ്കിലും സൂര്യൻ്റെ അതിനെക്കാട്ടിയും തേജസ് ഉണ്ടെങ്കിലും ഭഗവാന്റെ മുഖം ചന്ദ്രനെ പോലെയാണെന്നാണ്. ഹരേ കൃഷ്ണ. ഇവിടെ നെറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, ക്ഷമിക്കണം. അന്നേരം ഇന്നത്തെ ദിവസം അയോധ്യയിൽ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. കൃത്യം 12 മണിക്ക് പറയുന്നത് പൊതുവെ പട്ടാഭിഷേകം പോലെ തന്നെയാണ് ഇന്ന് ഇവിടെ അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുന്നത്. ഇത്രയും വർഷം ഭഗവാന് വനവാസമായിരുന്നു. അയോധ്യയിൽ തന്നെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഒരു സ്ഥാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഭഗവാന്റെ അതേ സ്വന്തം സ്ഥലത്തിൽ കുട്ടിക്കാലം മുതലേ ഭഗവാൻ വളർന്ന അതേ സ്ഥലം, സരയൂ നദിയുടെ തീരത്ത് അയോധ്യാധിപതി രഘുവംശത്തിലെ. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, നെറ്റ് കണക്ടിവിറ്റി കുറച്ച് പ്രശ്നമാണ്. പുറത്തും നെറ്റ് സ്ലോ ആണ് കേട്ടോ. എങ്കിൽ നമുക്ക് അങ്ങോട്ട് മൃദംഗം എടുത്താൽ മതി. അടച്ചിട്ട് ചേരുവല്ലോ കുഴപ്പമില്ല. അല്ലെങ്കിൽ ചേറിലിരിക്കുക അല്ലേ. അടച്ചിട്ട് അകത്തുനിന്ന് കർട്ടൻ ഇട്ടോളൂ. അകത്തുനിന്ന് കർട്ടൻ ഉണ്ടോ? ഇല്ല. ഹരേ കൃഷ്ണ. അന്നേരം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയോധ്യയിൽ സൂര്യൻ ഉദിക്കുകയാണ് ഉച്ചയ്ക്ക് 12 മണിക്ക്.
ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകം ഇന്ന് അയോധ്യയിൽ നടക്കുകയാണ്. എല്ലാം ഒരു അഭിമാന നിമിഷമാണ് നമുക്കെല്ലാവർക്കും. മറ്റു പല വ്യക്തികൾ ഇതിനെ പല രീതിയിലും ചിന്തിക്കുന്നുണ്ടെങ്കിലും, രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലും, മതപരമായിട്ടുള്ള മൗലിക അവകാശത്തെ തടയുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും, പല പല പാർട്ടി അജണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും, എന്തിൻ്റെ പേരിലാണെങ്കിലും നടക്കുന്നത് ഏറ്റവും ശുഭമായിട്ടുള്ളൊരു കാര്യമാണ്. ഭഗവാനെ പല രീതിയിലും ആൾക്കാർ ചിന്തിക്കാറുണ്ട്. ഭഗവാൻ ത്രേതായുഗത്തിൽ വന്നതിന് ശേഷം പോയി ഒരു ഐതിഹാസിക കഥാപാത്രമായിട്ട് ഈശ്വരനെ കാണാറുണ്ട്. പല വ്യക്തികളും ഭഗവാനെ ഒരു ഐതിഹാസിക കഥാപാത്രമായിട്ട് കാണാറുണ്ട്. ചില വ്യക്തികൾ അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പോലും വിശ്വസിക്കുന്നില്ല. ഭഗവാൻ ശ്രീരാമസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും വന്നുപോയി എന്ന് പല വ്യക്തികളും ചിന്തിക്കുന്നു. അവരൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ പീപ്പിളായിരുന്നു. ഇന്നെങ്ങനെയാണോ മനുഷ്യർ കുറേ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, അവർ പോകുമ്പോൾ അവരെ ആൾക്കാർ ആരാധിക്കാറുണ്ട്, പൂജിക്കാറുണ്ട്. അതേപോലെ ഇവരെയും പൂജിക്കുകയാണെന്നും ചില വ്യക്തികൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തായിട്ട് പിന്നെ ചില വ്യക്തികൾ ശ്രീരാമസ്വാമിയെ, ശ്രീകൃഷ്ണ ഭഗവാനെ നാരായണൻ്റെ അവതാരമായിട്ടും കാണാറുണ്ട്. അതായത് സാക്ഷാൽ ശ്രീമദ് നാരായണൻ വൈകുണ്ഠപതി, അദ്ദേഹം വൈകുണ്ഠത്തിൽ നിന്നും ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് അവതാരമെടുത്തു. അവതാര ഉദ്ദേശം കഴിഞ്ഞപ്പോൾ ഭഗവാൻ തിരിച്ചുപോയി എന്നും ചിന്തിക്കാറുള്ള വ്യക്തികളുണ്ട്. ഇതൊക്കെ ഭാഗികമായിട്ട് കറക്റ്റാണ്. പക്ഷെ പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യ എന്ന് പറയുന്നൊരു വൈകുണ്ഠമുണ്ട്, മഥുര എന്ന് പറയുന്നൊരു വൈകുണ്ഠമുണ്ട്. ആ വൈകുണ്ഠ ലോകങ്ങളിൽ നിന്നും ഭഗവാൻ തിരു അവതാരമെടുക്കുകയാണ്. ഹരീഷ്ണ മോനെ, ഒരു ചൂടുവെള്ളം കുറച്ച് കേട്ടോ. അന്നേരം അവതാരം എടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം വേറെ ഒന്നിൽ നിന്നും വരുന്നു എന്നല്ല അർത്ഥം. മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുന്നു എന്നാണ് അർത്ഥം. അവതരിക്കുന്നു, നമ്മുടെ മുമ്പിൽ വന്നു, പ്രകടമായി എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം അതിനു മുമ്പേ ഇല്ല എന്നല്ല. എങ്ങനെയാണോ ഞാൻ പല പ്രാവശ്യവും സത്സംഗത്തിൽ ഉദാഹരണം നൽകിയിട്ടുണ്ട്, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ സൂര്യൻ ഇല്ല എന്നല്ല, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സൂര്യൻ ഇല്ല എന്നല്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഉണ്ട്, അസ്തമിച്ചതിന് ശേഷമുണ്ട്. കുറച്ചും കൂടെ വെച്ചോളാം ഇവിടെ. അന്നേരം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഇല്ല എന്നല്ല, അസ്തമിച്ചതിന് ശേഷം ഇല്ല എന്നുമല്ല. സൂര്യൻ എപ്പോഴും ഉണ്ട്. അതേപോലെ അയോധ്യ ക്ഷേത്രത്തെ ഒരു പക്ഷെ ആർക്കെങ്കിലും തകർക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ ഭഗവാനെയോ ഭഗവാന്റെ യഥാർത്ഥ അയോധ്യയെയോ ആർക്കും തകർക്കാൻ കഴിയില്ല. അന്നേരം അയോധ്യ പോലെയുള്ള ആ സ്ഥലത്ത്, പരിപാവനമായിട്ടുള്ള ആ സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതിനു മുമ്പേ നമ്മൾ കുറച്ച് കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വൈകുണ്ഠം എന്ന് പറയുന്ന സ്ഥലം ഭഗവാൻ നിത്യവും വസിക്കുന്ന സ്ഥലമാണ്. ഈ പ്രപഞ്ചത്തെ രണ്ടായിട്ട് തിരിക്കാൻ കഴിയും, ഭൗതിക പ്രപഞ്ചവും ആധ്യാത്മിക പ്രപഞ്ചവും. ഭൗതിക പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയുള്ള സൃഷ്ടി, സംഹാരം, പരിപാലനം ഇതൊക്കെ ഇവിടെ ആവശ്യമുള്ള കാര്യമാണ്.
പക്ഷെ ആധ്യാത്മിക പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കണം, ആധ്യാത്മിക പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കൈലാസം, വൈകുണ്ഠ ലോകങ്ങൾ, അങ്ങനെ വേറൊരു വിഭാഗമാണ്. അവിടെ പോകുന്ന വ്യക്തികൾക്ക് വീണ്ടും ജനിക്കേണ്ടി വരുന്നില്ല, മരണാവസ്ഥയില്ല. ഈ ഭൗതിക ശരീരത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഇപ്പം നമ്മൾ എന്ന ആ വ്യക്തിയിലുള്ളിലും ഭൗതിക പ്രപഞ്ചത്തെ പ്രതിനിധീകരിക്കുന്നു ഈ ശരീരം. നമ്മുടെ മനസ്സ് ഭൗതിക പ്രപഞ്ചത്തിൻ്റെയും ആധ്യാത്മിക പ്രപഞ്ചത്തിൻ്റെ ഇടയിലിരിക്കുന്ന ഒരു ബോർഡറാണ്, മധ്യരേഖയാണ്. ഇനി ആത്മാവ് ആധ്യാത്മിക ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. അന്നേരം നമ്മളെ തന്നെ ഒന്ന് സ്റ്റഡി ചെയ്തു കഴിഞ്ഞാൽ ഭൗതിക പ്രപഞ്ചവും ആധ്യാത്മിക പ്രപഞ്ചവും തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ശരീരം ഈ ലോകമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സ് വിരജാ നദിയിൽ നമുക്ക് ഉപേക്ഷിക്കണം. ഈ വിരജാ നദി എന്ന് പറയുന്നത് ആധ്യാത്മിക പ്രപഞ്ചത്തിൻ്റെയും ഭൗതിക പ്രപഞ്ചത്തിൻ്റെയും മധ്യരേഖയാണ്. അന്നേരം നമ്മുടെ മനസ്സിനെ വിരജാ നദിയിൽ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് തിരിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. ആധ്യാത്മിക ലോകത്തിൽ എല്ലാം ആത്മീയമാണ്. അതായത് നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ശരീരം ഉപയോഗിച്ചു എങ്ങനെയാണോ ഈ ശരീരമായിട്ട് ഈ ശാരീരിക ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആത്മീയമായി ആത്മീയ ശരീരത്തെ ഉപയോഗിച്ച് ആത്മീയ ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയും. അന്നേരം ആത്മാവിൻ്റെ പ്രതിബിംബമാണ് ഈ മനസ്സ്. എന്നിട്ട് ഈ മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നത്. അന്നേരം ആത്മാവിനെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആത്മസാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ ആവശ്യം നമുക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഉപകരണത്തെ ഉപയോഗിക്കുമ്പോൾ ആ ഉപകരണത്തിനകത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ ആ ഉപകരണത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് ഇരിക്കാത്തപ്പോൾ ആ ഉപകരണം പ്രവർത്തിക്കത്തില്ല. ഒരു വാഹനമാണെങ്കിലും ഏതൊരു വസ്തുവാണെങ്കിലും നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പോൾ മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത്. നമ്മളത് ഉപയോഗിക്കാതെ അത് പ്രവർത്തിക്കത്തില്ല. അന്നേരം അതേപോലെ നമ്മൾ ഇപ്പോൾ ഈ ശരീരത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഈ ശരീരം ഒരു മെഷീൻ പോലെയാണ്. ആത്മാവിൻ്റെതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. എങ്ങനെ? നമ്മുടെ ഇപ്പോൾ ശരീരത്തിന് ഒരു രൂപം ഉണ്ടല്ലോ, കണ്ണ്, മൂക്ക്, നാക്ക്, തല, കൈ, കാല്, ചെവി. ഇതേപോലെ ആത്മാവിനൊരു രൂപമുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഈ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ എന്തിനു വേണ്ടിയാണ് പറയുന്നത്? അയോധ്യ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അയോധ്യ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലം മാത്രമല്ല. ഇത് ആധ്യാത്മിക ലോകമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം എന്താണ് ആ ആധ്യാത്മിക ലോകമായിട്ടുള്ളൊരു ബന്ധം? അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മുടെ ഈ ശരീരം ഒരു യന്ത്രം പോലെയാണ്. ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു മെക്കാനിസമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഇതിനകത്തിരിക്കുന്ന ആത്മാവ്. അന്നേരം നമ്മുടെ ഈ ശരീരത്തിന് എങ്ങനെയാണോ തലയുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ത്വക്കുണ്ട്, ചെവിയുണ്ട്, ഇതേപോലെ ആത്മാവിനും ഈ ഉപകരണങ്ങളൊക്കെ ഉണ്ട്, ഈ ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ശരീരത്തെ ഉപയോഗിക്കുന്നു. ആത്മാവിന് ഒരു ശരീരത്തിൻ്റെ ആവശ്യമില്ല. ആത്മീയ ലോകത്തിൽ
താമസിക്കാൻ ആത്മാവിന് പ്രത്യേകിച്ചൊരു ശരീരത്തിൻ്റെ ആവശ്യമില്ല. ആത്മാവിന് തന്നെ ആത്മീയ ശരീരമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല? നമ്മൾ ഈ ലോകത്തിരിക്കുന്നുകൊണ്ടാണ്. ഇത് ആത്മീയ ലോകമല്ല, ഇത് ഭൗതിക ലോകമാണ്. ഒരു മിനിറ്റ്. അന്നേരം അയോധ്യ എന്നാണ് നമ്മുടെ ചർച്ച. അന്നേരം യഥാർത്ഥ വൈകുണ്ഠം എന്ന് പറയുന്ന സ്ഥലം യഥാർത്ഥത്തിൽ എന്താണ്? കുണ്ഠിതം ഇല്ലാത്ത സ്ഥലം. ആൻസൈറ്റി, കുണ്ഠിതം എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി, ഉത്കണ്ഠകൾ ഇല്ലാത്ത സ്ഥലം, അതാണ് വൈകുണ്ഠം. അന്നേരം ആ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഉത്കണ്ഠയില്ല? ഉത്കണ്ഠ നമ്മുടെ ഉള്ളിൽ വരുന്നത് നമ്മൾ നശിച്ചു പോകും എന്നുള്ളൊരു വേദനയാണ്, നഷ്ടപ്പെടും എന്നുള്ളൊരു വേദനയാണ്. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിൽ പിന്നെ എന്തിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്? അന്നേരം നമ്മൾ ഈ ശരീരമാണെന്ന് ചിന്തിച്ച് ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ആഗ്രഹങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ഈ ശരീരം എപ്പോഴും നമുക്ക് നഷ്ടപ്പെടും. ശരീരം എന്നെന്നും നിലനിൽക്കുന്ന ഒരു വസ്തുവല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മീയ ലോകമുണ്ടോ ഇല്ലയോ എന്നതിനെക്കാട്ടി അപ്പുറത്തായിട്ട് നമ്മളൊന്ന് ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലൂടെ ഈ ശരീരം ഈ ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ അകത്തിരിക്കുന്ന നമ്മൾ, ആത്മാവ് ആത്മീയ ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഇടയിലുള്ള മനസ്സ് ഇതിൻ്റെ ഇടയിലുള്ള ബോർഡറാണ്. മനസ്സ് ശരീരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിഹരിക്കുമ്പോൾ നമ്മൾ ശരീരബോധത്തിലാകുന്നു. ഇതേ മനസ്സ് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ സൂക്ഷിക്കുമ്പോൾ ആത്മീയ ലോകത്തിൽ വിഹരിക്കുന്നു. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ മനസ്സ് യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ ആത്മാവിൻ്റെ പ്രതിബിംബമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആധ്യാത്മിക ലോകമുണ്ടോ ഇല്ലയോ, ഈ സ്വാമിജി പറയുന്നതൊക്കെ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ? നമ്മൾ നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്താൽ മതി. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം വീണ്ടും പറയുന്നു. ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ ഇതിനകത്തിരിക്കുന്ന വ്യക്തി മാറുന്നില്ലല്ലോ. കുട്ടിക്കാലത്ത് നമ്മൾ ചിന്തിച്ചിരുന്നു ഇത് ഞാനാണെന്ന്, ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നു ഞാൻ ഇതാണെന്ന്, ഇനി വൃദ്ധാവസ്ഥയിലേക്ക് പോകുമ്പോഴും ഞാൻ വിചാരിക്കുന്നു ഇത് ഞാനാണെന്ന്. പക്ഷെ ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു. അന്നേരം ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് നമ്മുടെ ഈ ഭൗതിക ലോകം. പക്ഷെ ഇതിനകത്തിരിക്കുന്ന ആത്മാവ് ആത്മീയ ലോകത്തിൽ മാറേണ്ട ആവശ്യമില്ല. അത് എന്നെന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയും. ആത്മീയ ലോകത്തിൽ വൃദ്ധാവസ്ഥയില്ല, മരണമില്ല. എന്നാൽ ഇതൊന്നും കാൽപ്പനികതയല്ല, ഒരു ഫാന്റസി വേൾഡ് അല്ല, ഒറിജിനലാണ്. അതിൻ്റെ അർത്ഥം അവിടെ മാറ്റമില്ല എന്നതിൻ്റെ അർത്ഥം അവിടെ വെറൈറ്റി ഇല്ല എന്നല്ല. പൊതുവെ ആത്മീയമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾ അദ്വൈതത്തിൻ്റെ അർത്ഥം ആധ്യാത്മിക ലോകത്തിൽ, ആത്മീയ പാതയിൽ, ആത്മീയതയുടെ പരമോന്നത സാക്ഷാത്കാരത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഭിന്നതയില്ല എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, അവിടെ ഭിന്നതയുണ്ട്. അവിടെ ഭിന്നത ഉണ്ടായതുകൊണ്ടാണ് ഇവിടെയും ഭിന്നതയുള്ളത്. അപ്പം ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ആത്മീയമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾ വിചാരിക്കുന്നു എല്ലാം ബ്രഹ്മനാണ്. അതിൻ്റെ അർത്ഥം അവിടെ ഒരു പ്രകാശവലയം മാത്രമേ ഉള്ളൂ ആധ്യാത്മികതയിൽ. ആ പ്രകാശവലയം മായാപ്രഭാവത്താൽ സമുദ്രത്തിൽ നിന്ന് വരുന്ന ഓരോ തുള്ളികൾ, അതേപോലെ ആ ബ്രഹ്മമാകുന്ന പ്രകാശത്തിൽ നിന്ന് വരുന്ന ഓരോരോ ജീവാത്മാക്കളാണ് നമ്മൾ, ഓരോരോ ആത്മാക്കൾ. എന്നിട്ട് ആ ആത്മാക്കൾ ഭിന്നത പ്രദർശിപ്പിക്കുന്നു, ഭിന്നമായിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ ഈ ഭൗതിക ലോകമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷെ ആത്മീയ ലോകത്തിലേക്ക് പോകുമ്പോൾ ഏകത്വം, അദ്വൈതം എന്ന് പറയുന്നു. അതല്ല അദ്വൈതത്തിന്റെ യഥാർത്ഥ അർത്ഥം. അദ്വൈതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാരതീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഭാരതത്തിനകത്ത് ഭിന്നത ഇല്ല എന്നാണോ? മലയാളികളുണ്ട്, തമിഴരുണ്ട്, അല്ലേ? പക്ഷെ ഭാരതീയർ എന്ന് പറയുമ്പോൾ ഒന്നാണ്. കറക്റ്റ് അല്ലേ? അതേപോലെ
നമ്മൾ ബ്രഹ്മമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബ്രഹ്മത്തിന് അപ്പുറത്തായിട്ടൊന്നുമില്ല എന്നല്ല. ആ ബ്രഹ്മം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ആത്മീയം എന്നാണ്. ഭൗതികം, ആത്മീയം. സർവം ഖല്ലിതം ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഈ ഭൗതികത പോലും നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഭൗതികതയെ നിലനിർത്തുന്നതും ബ്രഹ്മനാണ്, ആത്മീയമാണ്. അതായത് ഈ ശരീരത്തെ നിലനിർത്തുന്നത് ഇതിനകത്തിരിക്കുന്ന ആത്മാവ് എന്ന പോലെ ഈ ഭൗതിക ലോകത്തിൻ്റെയും ആധാരം ആധ്യാത്മിക ലോകം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വ്യക്തികൾ അദ്വൈതം എന്ന് പറഞ്ഞാൽ നിരാകാരം എന്താ പറയുക, നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല. അത് ഗുരു ശിഷ്യ പരമ്പര അനുസരിച്ചുള്ള ആചാര്യന്മാരിൽ നിന്ന് വ്യാഖ്യാനം സ്വീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരബ്രഹ്മം എന്ന് പറയുന്നത് നിർഗുണ നിരാകാര പരബ്രഹ്മം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് രൂപമില്ല എന്നല്ല. നമ്മളെ പോലെ ഒരു രൂപമില്ല. നമ്മൾ ത്രിഗുണങ്ങളുടെ അടിമയാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിന്റെ അടിമയാണ്. പക്ഷെ അവരങ്ങനെ, ഭഗവാൻ ത്രിഗുണങ്ങളുടെ അടിമയല്ല, ഗുണാതീതനാണ്. ഗുണങ്ങൾക്കും അപ്പുറത്താണ് പരമോന്നതനായിട്ടുള്ള ഭഗവാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇതും ഇന്നത്തെ അയോധ്യ ക്ഷേത്രത്തിൽ ഉത്തർപ്രദേശിൽ ഇന്ന് ഭഗവാൻ അവതരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഭഗവാൻ അവിടെ ഇല്ല എന്നാണോ? ഭഗവാൻ ഉണ്ട്. അന്നേരം വൈകുണ്ഠം എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഭൗതിക ലോകവും ആധ്യാത്മിക ലോകം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ വന്നു? ഭഗവാനിൽ നിന്നും അകന്ന് നിന്ന് ഈ ലോകത്തെ ആസ്വദിക്കാൻ ആഗ്രഹിച്ചു നമ്മൾ. അതിനായിട്ട് നമ്മൾ വന്ന ഈ ലോകമാണിത്. ഇപ്പൊ ഈ ശരീരം നമുക്ക് വേണ്ടാത്തൊരു വസ്തുവാണ്. പക്ഷെ ഈ ശരീരത്തെ നമ്മൾ ഭഗവാന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ ശരീരവും ആത്മീയമായിട്ട് മാറും. ഇതിനെക്കുറിച്ച് എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ ശ്രീല പ്രഭുപാദ്ജി അദ്ദേഹം ഒരു മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം നൽകുന്നു. ഒരു മൈക്ക്, ഈ മൈക്ക് അല്ലേ, ഈ മൈക്ക് ഉപയോഗിച്ച് ഇപ്പോൾ ഞാൻ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ്, ലൈവ് സെഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതേപോലെ ലൈവ് എടുക്കുന്ന കുറേ ആൾക്കാർ കാണും. ഫേസ്ബുക്ക് പേജ് ഒരുപാട് പേരുടെ കയ്യിൽ കാണും. പക്ഷെ ആ ഫേസ്ബുക്ക് പേജിലൂടെ സംസാരിക്കുന്ന വിഷയം എന്താണ്? ഇന്ദ്രിയാസ്വാദനത്തെക്കുറിച്ചും ശരീരസുഖത്തിൽ കൂടുതൽ കൂടുതൽ സുഖിച്ച് അർമ്മതിച്ച് തിന്നും കുടിച്ച് ഉറങ്ങിയും എങ്ങനെ ജീവിക്കാം എന്ന് പറയുകയാണെങ്കിൽ ആ ഫോണും ആ മൈക്കും ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ മൊബൈൽ ഫോണും ആ മൈക്കും എല്ലാം ഭൗതികമായി. പക്ഷെ അതേ സമയത്ത് ഈ മൈക്കും മൊബൈൽ ഫോണും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, എങ്ങനെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാം, എങ്ങനെ നമ്മളെ തിരിച്ചറിയാം, ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്തായി? ആത്മീയമായിട്ട് മാറി. ഒരേ ഉപകരണമാണ്, പക്ഷെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ഗുണങ്ങൾ മാറുന്നു. ഇപ്പോൾ ഒരു കത്തി ഒരു കള്ളൻ്റെ കൈ കിട്ടുമ്പോൾ ആ കത്തി എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? കൊല്ലാൻ വേണ്ടിയായിരിക്കും. അതേ കത്തി തന്നെയാണ്, അതേപോലെ അല്ല, കുറച്ചും കൂടെ മൂർച്ച ഏറിയ കത്തിയാണ് ഒരു സർജൻ ഉപയോഗിക്കുന്നത്, സർജറി ചെയ്യുന്നതാണ്. പക്ഷെ ആൾ എന്തിനു വേണ്ടിയായിരിക്കണം ആ കത്തി ഉപയോഗിക്കുന്നത്? ജീവനെ രക്ഷിക്കാൻ. കത്തിയല്ല പ്രശ്നം, എന്തിനു വേണ്ടി ആ കത്തിയെ ഉപയോഗിക്കുന്നു എന്നതാണ് വിഷയം. അതേപോലെ നമുക്ക് ലഭിച്ച ഈ ശരീരം യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഭഗവാനിൽ നിന്നും കൊച്ചുകുട്ടികൾ എങ്ങനെയാണോ പിടിവാശി പിടിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അച്ഛനമ്മമാരെ കൊണ്ട് വേടിപ്പിക്കുന്നത്, അതേപോലെ ഭഗവാനോട് ചോദിച്ചു വാങ്ങിയ വസ്തുവാണ് ഈ ശരീരവും ഈ ശാരീരിക ലോകവും. പക്ഷേ ഇതേ ശരീരത്തെയും ഇതേ ലോകത്തെയും ഭഗവാന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ ശരീരവും ആത്മീയമായിട്ട് മാറും, ഈ ലോകവും ആധ്യാത്മികമായിട്ട് മാറും. അതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ നമ്മൾ എന്താ പറയുന്നത്? ഭൂലോക വൈകുണ്ഠം, ഭൂമിയിലെ വൈകുണ്ഠം എന്ന് പറയുന്നു. അതേപോലെ, കാരണം എന്താണ്? ആ ക്ഷേത്ര സന്നിധിക്കുള്ളിൽ എപ്പോഴും പ്രഥമ സ്ഥാനം ഭഗവാനായിരിക്കും. അതായത് ഏതൊരു സ്ഥലവും, ഇപ്പോൾ ഒരു 2-3 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയൊരു ഭഗവാന്റെ ഒരു രൂപമൊക്കെ വെച്ച് ഭഗവാന്റെ വിഗ്രഹം ആചാര അനുഷ്ഠാന പ്രകാരം നല്ലൊരു ശില്പിയെ കൊണ്ട് കൊത്തി
ആവാഹനമൊക്കെ ചെയ്യും. ആവാഹനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ക്ഷണിച്ച് നാമജപം മുടങ്ങാതെയൊക്കെ നടത്തുമ്പോൾ അവിടെ ഭഗവാന്റെ സാന്നിധ്യം വരും. അപ്പോൾ അതും വൈകുണ്ഠമായി. അവിടെ ഏതൊരു കാര്യം പാചകം ചെയ്യുമ്പോഴും ആദ്യം ഭഗവാന് കൊടുക്കും, എന്നിട്ട് എല്ലാ ഭക്തരും കഴിക്കും. ആദ്യത്തെ സ്ഥാനം ഭഗവാന്. ഭഗവാന്റെ ദീപാരാധന നടക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് തൊഴുകും, ഭഗവാനെ നമസ്കരിക്കും. ഭഗവാന്റെ ഭാഗവത കഥകളാണ് എപ്പോഴും അവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ പറയാറില്ലേ, എഴുതി വെക്കാറില്ലേ, ശബ്ദം നാമജപത്തിന് വേണ്ടി മാത്രം, അല്ലെ? അങ്ങനെ ആകുമ്പോൾ അത് വൈകുണ്ഠമായി. ഗുരുവായൂർ ക്ഷേത്രം മാത്രമല്ല വൈകുണ്ഠം. ഏതൊരു സ്ഥലത്തും ഭഗവാനെ വെച്ച് ആരാധിക്കുമ്പോൾ ഭഗവാനാണ് അവിടെ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും, വീട്ടിൽ കുഞ്ഞൊരു വിഗ്രഹമൊക്കെ വെച്ച് ലഡ്ഡു ഗോപാൽ, ഇതിപ്പോ നമ്മൾ സത്സംഗം തുടങ്ങുന്നതിന് മുമ്പേ കൊച്ചു ഉണ്ണിക്കണ്ണന്റെ ഒരു വിഗ്രഹം നമ്മൾ കാണിച്ചില്ലേ? ശുദ്ധിയോടുകൂടി വെജിറ്റേറിയൻ ആയിട്ട് എന്താ പറയുക, ഭഗവാന് അവിടെ പാചകം ചെയ്യുന്ന എല്ലാ ഭക്ഷണവും ആദ്യം ഭഗവാന് കൊടുക്കുന്നു. എത്ര സന്തോഷമാണ്. വീടും വൈകുണ്ഠമായി. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ? കുണ്ഠിതമില്ലാത്ത സ്ഥലം. അതിന്റെ അർത്ഥം യഥാർത്ഥ വൈകുണ്ഠം ഇല്ല എന്നാണോ? വൈകുണ്ഠമുണ്ട്, വൈകുണ്ഠമുണ്ട്, യഥാർത്ഥ വൈകുണ്ഠമുണ്ട്. അന്നേരം ഇവിടെയുള്ള നമ്മുടെ വീട്, നമ്മുടെ ശരീരം ഭഗവാന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വൈകുണ്ഠം എന്താണെന്നുള്ള ഒരു അനുഭൂതി ഇവിടെ വെച്ചേ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ലക്ഷ്യം. അന്നേരം ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ശരീരത്തെയും നമുക്ക് ലഭിച്ച വസ്തുവകകളെയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, നമ്മൾ എന്തിനാണ് ഒരു വ്യക്തി ഡൊണേഷൻ കൊടുക്കുന്നത്? നമ്മുടെ കാശ് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ്. പക്ഷെ അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, കൊടുക്കുന്നതിൽ തെറ്റുമില്ല. നമുക്ക് തന്നെ അത് ചെയ്യാമല്ലോ. ഭഗവാന്റെ സേവനം നമുക്ക് തന്നെ ചെയ്യാം. ഇപ്പോൾ ഒരു അന്നദാനം ചെയ്യണമെന്നിരിക്കട്ടെ, നമ്മൾ തന്നെ വീട്ടിൽ ഉള്ളി വെള്ളുള്ളി ഇല്ലാതെ പാചകം ചെയ്ത് ഭഗവാന് നിവേദിക്കുക, എന്നിട്ടൊരു 10-20 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക. എത്ര നല്ല കാര്യമാണ്. പാവപ്പെട്ട, ഒന്നും കഴിക്കാനില്ലാത്ത പാവപ്പെട്ടവർക്ക് ആ ഭക്ഷണം കൊടുക്കുക. അത് സേവയാണ്, പ്രസാദ ദാനം. ഭഗവാനെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ദാനമായിട്ട് നൽകുക. ഭഗവാനെ കുറിച്ച് നമ്മൾ നാമം ജപിക്കുക, സങ്കീർത്തനം ചെയ്യുക. വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ നാമം ജപിക്കുക, രാമനാമം ജപിക്കുക. സന്ധ്യാസമയത്തൊക്കെ നമ്മളെല്ലാവരും ഒത്തുകൂടി, പണ്ടത്തെ കാലങ്ങളിൽ നമ്മളെല്ലാവരും രാമനാമം ജപിച്ചിരുന്നവരാണ്. ഇന്നതൊക്കെ മാറി. അതുകൊണ്ടാണ് കുടുംബത്തിൽ ഐക്യമില്ലാത്തത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അയോധ്യയിൽ ഒരു ക്ഷേത്രം പണിഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നമ്മളെല്ലാവരും ഒത്തുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിക്ക് ഒരു ക്ഷേത്രം മാത്രമല്ല, വലിയൊരു കൊട്ടാരം തന്നെ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും, അയോധ്യ പോലെ. ഇപ്പം വരുന്ന ക്ഷേത്രം ഏകദേശം കൊട്ടാരം പോലെ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അവിടെ വരുന്നത്. അത്ര ഭംഗിയായിട്ടാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ക്ഷേത്രം മാത്രം നിർമ്മിച്ചത് കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നമ്മുടെ വീടുകളിലും ഭഗവാൻ വേണം. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോ വീടുകളിലും രാമൻ ഉണ്ടായിരിക്കണം. വീടുകളിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലും രാമനായിരിക്കണം. നമ്മുടെ ഹൃദയത്തിലും രാമൻ, നമ്മുടെ വീട്ടിലും രാമൻ, നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന ക്ഷേത്രത്തിലും രാമൻ. അങ്ങനെയാണ് രാമരാജ്യം വരുന്നത്. അല്ലാതെ ക്ഷേത്രം മാത്രം നിർമ്മിച്ച് ജയ ശ്രീറാം എന്ന് പറയുന്നു, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ രാമനൊരു സ്ഥാനവും ഇല്ല, നമ്മുടെ വീടുകളിലും രാമനൊരു സ്ഥാനം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രാമരാജ്യം വരുന്നത്? നമ്മുടെ ഉള്ളിലെല്ലാം രാവണന്മാരായിരിക്കും. നമ്മുടെ ഉള്ളിൽ രാമനും ഉണ്ട്, രാവണനും ഉണ്ട്. സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, അല്ലാതെ നമ്മൾ ഭഗവാനൊന്നുമല്ല കേട്ടോ. ഭഗവാനാണ്. നമ്മൾ രാമദാസന്മാരാണ്, കൃഷ്ണദാസന്മാരാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ രാവണനുണ്ട്. രാവണന്റെ സ്വഭാവം എന്താണ്? ഭഗവാന്റെ സ്വത്ത് അട്ടിമറിച്ചെടുക്കുക, അക്രമത്തിലൂടെ പിടിച്ചടക്കുക എന്നതാണ്. കാരണം രാമനുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ചങ്കുറപ്പും നമുക്കില്ല. അന്നേരം നമ്മുടെ ഉള്ളിൽ കപടതയാണ്. ഈ പ്രപഞ്ചത്തിൽ ഭഗവാന്റെ വസ്തുക്കളാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതാണ്. പക്ഷെ അതിലെ കുറച്ച് സ്ഥലം നമ്മൾ പിടിച്ചടക്കിയിട്ട് നമ്മൾ പറയുന്നത് ഇതെൻ്റെ സ്വത്താണ്, ഇതെൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം രാമന്റെ സ്വത്താണ്. രാമരാജ്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അല്ലാതെ യുപിയിലുള്ള അയോധ്യ മാത്രമല്ല, ഈ ലോകം മുഴുവൻ രാമൻ്റേതാണ്, നാരായണൻ്റേതാണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഈ പ്രപഞ്ചം മുഴുവൻ ഒരേ ഒരു നാഥനേ ഉള്ളൂ, വൈകുണ്ഠനാഥൻ്റെ, ഗുരുവായൂരപ്പൻ്റെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ.
പക്ഷെ അതിലെ കുറച്ച് സ്ഥലം നമ്മുടെ പേരിലാക്കിയിട്ട് നമ്മൾ വിചാരിക്കുന്നു ഇത് നമ്മുടേതാണെന്ന്. നമ്മൾ പോയാലും അത് വിട്ടുകൊടുക്കത്തില്ല. നമ്മുടെ മക്കൾ, അവർ വീണ്ടും അവരുടെ മക്കൾക്കായിട്ട് വീതിച്ച് കൊടുക്കും. എന്നിട്ട് 1 സെന്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ ശ്രീരാമൻ്റെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ UP-യിലുള്ള ഒരു ക്ഷേത്രം മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതാണ്. അതിൽ ആ ഒരു പരമസത്യത്തെ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ വീട്, കുടുംബം എല്ലാം വേണം. പക്ഷെ ഇതൊക്കെ ഈശ്വരൻ്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതാണെന്നൊരിക്കലും മറന്നു പോകുന്നു. താത്വികപരമായിട്ടും പരമാർത്ഥമായിട്ടും പരമസത്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അയോധ്യ ഈ വിരജാ നദിക്കും അപ്പുറത്തുണ്ട്. അവിടെ ശ്രീരാമസ്വാമി രാമലല്ല എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പരമോന്നത അയോധ്യ. അവിടെ സീതാസമേതനായിട്ട് ലക്ഷ്മണസ്വാമിയും ഹനുമാൻ സ്വാമിയും ശത്രുഘ്നസ്വാമിയും എല്ലാ അയോധ്യവാസികളും എപ്പോഴും അവിടെയുണ്ട്. രാമനാമം ജപിച്ച് സദാ രാമനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ ജീവിതാന്ത്യ വേളയിൽ ആ പരമവൈകുണ്ഠമായ അയോധ്യയിലേക്ക് പോകുന്നു. ആ അയോധ്യ, അതാണ് യഥാർത്ഥ അയോധ്യ. അന്നേരം ആ അയോധ്യയുടെ പ്രതിബിംബമാണ് നമുക്ക് ഈ ലോകത്തിൽ കാണുന്ന അയോധ്യ. അവിടെ ശ്രീരാമസ്വാമി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നല്ല, ആ യഥാർത്ഥ അയോധ്യയുടെ പ്രതിബിംബമാണ്. അന്നേരം ഭഗവാന്റെ ലീല നടന്ന സ്ഥലങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെയല്ല ആ സ്ഥലം, അതെല്ലാം വൈകുണ്ഠ ലോകങ്ങളാണ്. ഭഗവാൻ വരുന്ന സമയത്ത് ഭഗവാന്റെ വൈകുണ്ഠവും ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അന്നേരം ഉത്തർപ്രദേശിലുള്ള ആ അയോധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറുമ്പോൾ നമ്മൾ UP-യിലുള്ള ഒരു സ്ഥലത്തല്ല കയറുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ കയറുന്നത് അയോധ്യയിലാണ്, വൈകുണ്ഠത്തിൽ, പരമവൈകുണ്ഠത്തിൽ. നമ്മുടെ ഈ ചർമ്മചക്ഷു കൊണ്ട്, ഈ ശരീരത്തിൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് ആ അയോധ്യയെ കാണാൻ കഴിയില്ല. പക്ഷേ ഉത്തർപ്രദേശിലെ ആ അയോധ്യ കയറുമ്പോൾ എങ്ങനെയാണോ നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ പരമലോകമായ ആ ഗോലോക വൃന്ദാവനത്തിൽ കയറുന്ന അതേ അവസ്ഥ തന്നെയാണ്. അന്നേരം നമ്മുടെ ലക്ഷ്യം, ക്ഷേത്രം നിർമ്മിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ലീലയായിട്ട് ബന്ധപ്പെട്ട ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ അയോധ്യയെ ഒന്ന് തൊട്ട് നമസ്കരിക്കാനും നമ്മളെപ്പോലുള്ള പതീതരായിട്ടുള്ള ജീവാത്മാക്കൾക്ക് ഒരു അവസരമാണ് ലഭിക്കുന്നത്. അല്ലേ? അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒന്നും നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യം. ചരിത്ര നിമിഷമാണ്. ഇന്ന് ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകം നടക്കും, രാജ്യാഭിഷേകം നടക്കും, രാജതിലക്. അന്നേരം രാജ്ഗുരു ഒരു രാജാവിന് നെറ്റിയിൽ ഇങ്ങനെ തിലകമണിയും, അങ്ങനെയാണ് പട്ടാഭിഷേകം നടക്കുന്നത്. അന്നേരം സൂര്യവംശത്തിലെ സൂര്യൻ, യഥാർത്ഥ സൂര്യനായ സാക്ഷാൽ ശ്രീരാമ ലല്ലയ്ക്ക്, ലല്ല എന്ന് പറഞ്ഞാൽ ഓമനക്കുട്ടൻ, നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ എന്നുള്ള അർത്ഥത്തിലാണ് രാം ലല്ല എന്ന് പറയുന്നത്. അന്നേരം ഭഗവാന് അഭിഷേകം ചെയ്യും, രാജ്യാഭിഷേകം, പട്ടാഭിഷേകം. എന്നിട്ട് സൂര്യരശ്മി കറക്റ്റ് 12 മണിയാകുമ്പോൾ സൂര്യൻ നട്ടുച്ചയ്ക്ക് സമയത്ത് ആ സൂര്യൻ്റെ പ്രകാശം ഒരു കണ്ണടയിലൂടെ പ്രതിബിംബിച്ച് അത് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് നേരെ ഭഗവാന്റെ നെറ്റിയിൽ ചെന്ന് പതിക്കും. അതാണ് അയോധ്യയിൽ നടക്കാൻ പോകുന്നത്. അതായത് സാക്ഷാൽ സൂര്യനാരായണൻ തന്നെ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രീരാമ ലല്ലയുടെ നെറ്റിയിൽ തിലകമണിയാൻ പോകും. അതോടുകൂടി നമ്മുടെ ഭാരതം ഈ ലോകത്തിലെ ഒരു മഹാസാമ്രാജ്യമായിട്ട് മാറും. എവിടെ ഭഗവാനെ പൂജിക്കുന്നോ ഏറ്റവും സമ്പദ് സമൃദ്ധിയോടെ അവിടെ ഇനിയും സമ്പദ് സമൃദ്ധി വർദ്ധിക്കും. ഇന്നത്തെ ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ല, പ്രവചിക്കുന്നതല്ല, യാഥാർത്ഥ്യമാണ്. നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ ഭഗവാനെ രാജാവായിട്ട് എല്ലാവിധ പ്രൗഢിയോടുകൂടിയും ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ അവിടെ ലക്ഷ്മിയുടെ ഒരു കുറവും വരത്തില്ല. അതുകൊണ്ട്
പാർട്ടിപരമായിട്ടോ എന്തോ ആണോ അതിനൊക്കെ അപ്പുറത്തായിട്ട് ഇന്ന് നടക്കാൻ പോകുന്നൊരു സംഭവം ചരിത്ര നിമിഷമാണ്. ഇന്നത്തെ ഈ രാജതിലക് ശ്രീരാമസ്വാമിയുടെ നെറ്റിയിൽ വരുന്നതോടുകൂടി ഭാരതത്തിൻ്റെ പ്രതിച്ഛായ മൊത്തത്തിൽ മാറാൻ പോകുന്നു. അപ്പോൾ ഓൾറെഡി അതിലോട്ടുള്ള ഒരു പോക്കാണ്. ഈ ലോകം മുഴുവൻ തലകുനിച്ച് നിൽക്കും ഭാരതത്തിൻ്റെ മുമ്പിൽ. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് വരുന്നത്. ഇതിനു വേണ്ടി പ്രധാന പങ്ക് വഹിക്കുന്ന നരേന്ദ്രമോദി സർ ഈ ലോകത്ത് ഇതുവരെയും ഒരു പ്രധാനമന്ത്രിക്ക് പോലും കിട്ടാത്ത പരമോന്നത ബഹുമാനവും ബഹുമതികളും അദ്ദേഹത്തിന് വേണ്ടി ഇനിയും കാത്തിരിക്കുന്നു. 14 ലോകങ്ങളും അദ്ദേഹത്തെ നമസ്കരിക്കും. വെറുതെ പറയുകയല്ല. ഞാൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല, പക്ഷേ അതിലോട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭഗവാന് ഒരു സ്ഥാനം കൊടുക്കുന്ന വ്യക്തിക്ക് ഭഗവാന്റെ ഹൃദയത്തിലും ഒരു സ്ഥാനമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഭഗവാന് ആരുടെയും ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ യഥാർത്ഥ അവകാശിക്ക് അദ്ദേഹത്തിൻ്റെ വസ്തു തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം. കുചേലൻ എന്താ ചെയ്തത്? അവല് കൊടുത്തില്ല. പക്ഷേ ഒരു പിടി അവല് തിരിച്ചു കൊടുത്തപ്പോൾ എന്താ പറ്റി? എന്ത് പറ്റി? എല്ലാവിധ സൗഭാഗ്യവും ലഭിച്ചു. അന്നേരം പൊളിറ്റിക്സിനൊക്കെ അപ്പുറത്തായിട്ട് എന്തിൻ്റെ പേരിലാണെങ്കിലും ഏറ്റവും മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. എല്ലാ മതവും രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം രഘുപതി രാഘവ രാജാ രാം പതിത പാവന सीताराम ईश्वर अल्लाह तेरे नाम सबको സന്മതി ദേ ഭഗവൻ. ഈശ്വരനാണെങ്കിലും അള്ളാഹു ആണെങ്കിലും എല്ലാം അങ്ങയുടെ തന്നെ പേരാണ് ശ്രീരാമ. ഏത് മതമാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും പരമോന്നതനായിട്ടുള്ള ഈശ്വരൻ ഒരേ ഒരാളേ ഉള്ളൂ, നമ്മുടെ ഗുരുവായൂരപ്പൻ. അദ്ദേഹം വില്ലെടുത്തു കഴിഞ്ഞാൽ രാമനായി, അദ്ദേഹം ഓടക്കുഴൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരപ്പനായി. അയോധ്യയിലുള്ള അതേ രാമൻ തന്നെയാണ് ഗുരുവായൂരിലിരിക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ. അതേ ഗുരുവായൂരപ്പൻ തന്നെയാണ് ആറന്മുളയിൽ ചാട്ടയും പിടിച്ചുകൊണ്ട് പാർത്ഥസാരഥിയായിട്ട് നിൽക്കുന്നത്. എവിടെയാണ് അദ്ദേഹം ഇല്ലാത്തത്? അദ്ദേഹം തന്നെയാണ് നമ്മുടെ ആശ്രമത്തിൽ മദൻ ഗോപാലായിട്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ജഗന്നാഥ് പുരിയിൽ ജഗന്നാഥനായിട്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് തിരുവനന്തപുരത്ത് പത്മനാഭനായിട്ട് കിടക്കുന്നത്. എവിടെയാണ് അദ്ദേഹം ഇല്ലാത്തത്? അദ്ദേഹം തന്നെ പണ്ഡർപൂരിൽ അരയിൽ ഇങ്ങനെ കൈം വെച്ച് വിട്ടലായിട്ടിരിക്കുന്നത്. അന്നേരം ഈ ലോകം മനോഹരമാകുന്നത് അപ്പോഴാണ്. ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലം സന്ദർശിക്കുക. അഹോബലം നരസിംഹസ്വാമിയായിട്ടിരിക്കും. എവിടെയാണ് അദ്ദേഹം ഇല്ലാത്തത്? നമ്മുടെ പരമ സൗഭാഗ്യമാണ് ഈ മനോഹരമായിട്ടുള്ള തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാൻ. ബദ്രിയിൽ ബദ്രീനാഥനായിട്ട് നിൽക്കുന്നു, ശ്രീരംഗത്ത് രംഗനാഥനായിട്ട് ഒരേ ആൾ തന്നെ, പരമോന്നതനായിട്ടുള്ള നമ്മുടെ ഭഗവാൻ ഗുരുവായൂരപ്പൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനായിട്ടും എത്ര ക്ഷേത്രം, തിരുനാവാ മുകുന്ദനായിട്ടും. അന്നേരം ഇത് നമ്മൾ ഇന്നത്തെ ഈ ഒരു പട്ടാഭിഷേകം നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാന നിമിഷമാണ്, സന്തോഷ നിമിഷമാണ്. ഇവിടം വരെ എത്താൻ ഒരുപാട് വിഷമങ്ങളിലൂടെ നമ്മുടെ ഭാരതീയർ കടന്നു പോകേണ്ടിയിരുന്നു. ഒരുപാട് പക വിദ്വേഷത്തിൻ്റെ കഥകൾ
നമ്മുടെ ഭാഗം മാത്രമല്ല, അപ്പുറത്തെ ഭാഗത്ത് ആ ബാബറി മസ്ജിദിൻ്റെ ആ ഇഷ്യൂ വന്നപ്പോൾ ഒരുപാട് മുസ്ലിം സഹോദരന്മാർക്ക് വിഷമങ്ങളുണ്ടായി. ഹിന്ദുക്കൾ അവരെ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല, അവരും നമ്മളെ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ ഇതിനെ മുമ്പേ ഉള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളുടെ പല കാരണങ്ങളാലും രാജ്യം പിടിച്ചടക്കി മതത്തിലൂടെ ഭരണം ശക്തമാക്കാനുമുള്ള മുൻ മുഗൾ ചക്രവർത്തിമാരുടെ ഗൂഢാലോചനയുടെ ഫലമാണ് ഇന്ന് നമ്മളെല്ലാവരും ദുഃഖം അനുഭവിക്കുന്നത്. അവർ നിർബന്ധിപ്പിച്ചു, മതം മാറ്റി. എന്തിനു വേണ്ടി? ഈശ്വരനോടുള്ള സ്നേഹം കൊണ്ടുമല്ല, അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ഭരണം എളുപ്പമാക്കാൻ വേണ്ടി. ബ്രിട്ടീഷുകാരും അത് തന്നെ ചെയ്തു. ഒരുപാട് പേരെ ക്രൈസ്തവരായിട്ട് മാറ്റി. അതൊന്നും കുഴപ്പമില്ല. ഇന്ന് നമ്മളെല്ലാവരും വ്യത്യസ്ത മതങ്ങളായിട്ട് മാറി. പല പല ധർമ്മത്തിലൂടെയും നമ്മൾ ഈശ്വരനെ അറിയുന്നു. നമ്മൾ ഗീതയിലൂടെയും മറ്റുള്ളവർ ബൈബിളിലൂടെയും ഖുറാനിലൂടെയും. പക്ഷെ എന്നിരുന്നാലും ഈ ലോകം മൊത്തം ഒരേ ഈശ്വരൻ്റേതാണ്. ജാതി ഏതാണെങ്കിലും, മതം ഏതാണെങ്കിലും, നായരാണെങ്കിലും, ഈഴവനാണെങ്കിലും, നമ്പൂതിരി ആണെങ്കിലും, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, അങ്ങനെ ഒരു സംഭവം വ്യവഹാര ലോകത്തിൽ വ്യവഹാരത്തിന് വേണ്ടി മാത്രമാണ് അതൊക്കെ നടത്തുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളുടെയും നടപടികളാണിതൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹം പറയുന്നത് പോലെ ഒരു ജാതി, ഒരു മതം, ഒരേ ഒരു ഈശ്വരൻ. എല്ലാ മതവും മനുഷ്യരെ നന്നാവാൻ വേണ്ടിയാണ്. അതൊന്നും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് മനുഷ്യരാണ്? വ്യത്യസ്ത രീതിയിൽ നമ്മൾ ഒരേ ഈശ്വരനെ തന്നെയാണ് ആരാധിക്കുന്നത്. ഒരേ ഈശ്വരന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് മഹാദേവനായിട്ടും ദേവിയായിട്ടും ഒക്കെ വരുന്നത്. ഭഗവാന്റെ ശക്തികളാണ്, ഭഗവാന്റെ വിസ്തരണങ്ങളാണ്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാമാന്യ ബുദ്ധിയില്ലാത്ത വ്യക്തികൾ നിങ്ങളുടെ ദൈവമല്ല, എൻ്റെ ദൈവമാണ് വരുന്നത്, കൃഷ്ണനല്ല മഹാദേവനാണ് വരുന്നത്, മഹാദേവനെ പൂജിക്കാൻ പാടില്ല, കൃഷ്ണനെ മാത്രം പൂജിച്ചാൽ മതി. അങ്ങനെ നമ്മളൊന്നും പറയാം. നമുക്ക് ഭഗവാൻ കൃഷ്ണനെ ഇഷ്ടമാണ്, നമ്മൾ കൃഷ്ണഭക്തരാണ്. കൃഷ്ണഭക്തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പനെ ബഹുമാനിക്കുന്നില്ല, ശബരിമല പോകത്തില്ലെന്നോ പഴനി ആണ്ടവനെ കാണത്തില്ലെന്നോ അല്ല. നമുക്ക് എല്ലാം ഒരേ ടീമാണ്. നമുക്ക് ഏതാണോ ആഗ്രഹം അതിനനുസരിച്ച് പൂജിക്കാം. നമ്മൾ നാരായണനെയാണ് പൂജിക്കുന്നത്, നമ്മൾ നാരായണ ലോകത്ത് പോകും. നമുക്ക് ഭഗവാന്റെ ലോകത്ത് അയോധ്യയിലാണ് പോകുന്നതെങ്കിൽ ശ്രീരാമൻ്റെ അടുത്ത് ശ്രീരാമൻ നാമം ജപിച്ചാൽ മതി. കൃഷ്ണ ലോകത്ത് പോകണോ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. നാരായണ ലോകത്ത് പോകണോ നാരായണ മന്ത്രം ജപിക്കുക. കൈലാസത്തിൽ പോകണോ മഹാദേവനെ പൂജിക്കുക. നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ദേവി ഭക്തരാണെങ്കിൽ ദേവി ലോകത്ത് പോവാം. നമ്മുടെ ഇഷ്ടമാണ്. അന്നേരം ഒരാളെ പൂജിക്കുന്നു അതിൻ്റെ അർത്ഥം മറ്റൊരാളെ പൂജിക്കാൻ പാടില്ലെന്നല്ല, നമ്മുടെ ഇഷ്ടമാണ്. അന്നേരം ആ ഒരു പരമോന്നത തത്വത്തെ മനസ്സിലാക്കി ഭിന്നത ചിന്തിക്കാതെ, നമ്മൾ ഭക്തരാണെന്ന് പറഞ്ഞിട്ടും മനുഷ്യത്വം ഇല്ലെങ്കിൽ നമ്മൾ പൂജിക്കുന്ന ആ ദേവന് പോലും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ അദ്ദേഹത്തിന് വലിയൊരു ഭാരമായിരിക്കും. നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ചെയ്തത്. വലിയ കൃഷ്ണഭക്തരായിട്ട് നടന്നിട്ട് കൃഷ്ണഭക്തർക്ക് ചേരാത്ത പ്രവൃത്തികളും സംസാരവും ആണെങ്കിൽ പിന്നെ എന്താണ് കാര്യം? രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മൾ ജയ് ശ്രീരാം ജയ് ശ്രീരാം, നമ്മൾ രാമഭക്തരാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കയറാൻ പാടില്ല, നിങ്ങൾ രാമഭക്തരല്ല, നിങ്ങൾ വേറെ ആൾക്കാരാണ്, അതുകൊണ്ട് ഇവിടെ കയറാൻ പാടില്ല. രാമൻ എല്ലാവരുടെയാണ്. രാമൻ ഒരു പാർട്ടിയുടെ അല്ല, രാമൻ എല്ലാവരുടെയാണ്. രാമൻ ആരുടെയും വ്യക്തി സ്വത്തല്ല. ശ്രീരാമസ്വാമി എല്ലാവരുടെയാണ്. ആ പ്രജകളിൽ നിന്നും ഒരു അലക്കുകാരൻ, സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി സീതാദേവിയെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ പ്രാണന് തുല്യമായിട്ടുള്ള സ്വന്തം ഭാര്യയെ എല്ലാവർക്കും വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായി ശ്രീരാമസ്വാമി. അതാണ് ശ്രീരാമൻ. രാമരാജ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ആദ്യം രാമൻ ആരാണെന്ന് മനസ്സിലാക്കുക, പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ രാമരാജ്യം എന്താണെന്ന്. രാമനെ അറിയാതെ എന്ത് രാമരാജ്യത്തെ കുറിച്ചാണ്?
നമ്മൾ പറയുന്നു? ആലോചിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു നിമിഷമാണ്. നമ്മുടെ എല്ലാവരുടെയും പരമ സൗഭാഗ്യം. മാക്സിമം രാമനാമം ജപിക്കുക. ഇന്നത്തെ ഈ സത്സംഗം നമുക്ക് ഒരു കീർത്തനം പാടി ശ്രീരാമനാമം ജപിച്ച് ഇന്നത്തെ സത്സംഗം നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പം കീർത്തനം പാടി ഇവിടെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കണം യൂട്യൂബിൽ. ഇന്ന് അയോധ്യയിൽ. പെട്ടെന്ന് കേട്ടോ, യൂട്യൂബിലൂടെ. ഹരേ കൃഷ്ണ. ഈ വീഡിയോ മാക്സിമം ഭക്തരും ഷെയർ ചെയ്യുക. കാരണം പല വ്യക്തികളും അയോധ്യയെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് കാണുന്നു. പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട്. ഒരു ഭക്തൻ പറയുന്നു, വീടുകൾ എങ്ങനെ ആചരിക്കാം ഈ ദിവസം? മാക്സിമം രാമനാമജപം. ഉച്ചയ്ക്ക് 12 മണി വരെ എത്രത്തോളം രാമനാമം ജപിക്കാൻ പറ്റുന്നു അത്രത്തോളം ജപിക്കാം. ഇന്നത്തെ ദിവസം ആരൊക്കെയാണോ 1,00,000 രാമനാമം ജപിക്കുന്നത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും. മാക്സിമം ശ്രമിക്കുക. വെറുതെ പറയുകയല്ല. ഇപ്പോൾ ഒരു വ്യക്തി സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ എന്തു ചോദിച്ചാലും കിട്ടും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം 1,00,000 രാമനാമം ജപിക്കുന്ന വ്യക്തികളുടെ എല്ലാ ആഗ്രഹവും പൂർത്തീകരിക്കപ്പെടും. ഒരു സംശയമില്ല. അതുകൊണ്ട് രാം 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 അങ്ങനെ തുടർച്ചയായിട്ട് രാമനാമം ജപിക്കും. സംഖ്യയോടുകൂടി ജപിക്കും. 1000, 100 പ്രാവശ്യം അങ്ങനെ 1,00,000 രാമനാമം ഇന്നത്തെ ദിവസം ജപിക്കും. ഏറ്റവും ഉത്തമമായിരിക്കും. ഓക്കെ. ഒരു മാതാജി പറയുന്നു, ഹരേ കൃഷ്ണ ജപിച്ചാൽ പോരെ സ്വാമി? ഹരേ കൃഷ്ണയിൽ രാമൻ്റെ നാമമുണ്ട്. പക്ഷേ ഇന്ന് രാമൻ്റെ ദിവസമായതുകൊണ്ട് കൃഷ്ണനും രാമനും, കൃഷ്ണൻ തന്നെയാണ് രാമൻ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ രാമനാമം ജപിക്കും. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന ഭക്തര് 64 മാല ജപിക്കും. ഈ 64 മാല 1,00,000 രാമനാമ ജപത്തെക്കാട്ടി പവർഫുള്ളാണ്. ഓക്കെ. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഭൗതിക ആഗ്രഹങ്ങളുണ്ടെങ്കിൽ 1,00,000 രാമനാമം ജപിച്ചാൽ അത് കംപ്ലീറ്റ് ആവും. ഉറപ്പായിട്ടും നടക്കും. ഇനി വേറൊരു ആഗ്രഹമില്ല, ഭഗവാനെ മാത്രം മതി, ഭഗവാന്റെ മാത്രം സന്തോഷമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം 64. നമ്മുടെ ആഗ്രഹം ഗോലോകമാണ് എങ്കിൽ ഇതങ്ങനെ ഇന്ന് അയോധ്യയിൽ അയോധ്യയിൽ നടക്കാൻ പോകുന്നത് അങ്ങനെ കിട്ടും. അല്ല നല്ലതല്ലേ? വേണ്ട വേണ്ട. എന്താണ് ഒന്ന് ആകാംക്ഷ? ഇന്ന് അയോധ്യയിൽ നടക്കാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ മാക്സിമം ഭക്തർ ഷെയർ ചെയ്യുക. കാരണം അയോധ്യയെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കുറച്ച് ഐഡിയ കിട്ടിയല്ലോ അല്ലേ? അതോ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടോ? കമൻസിൽ ഇട്ടോളൂ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയെക്കുറിച്ച്. എന്നിട്ട് മാക്സിമം ഭക്തർക്ക് ഷെയർ ചെയ്യുക.
प्यारे मन सीताराम 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 भज प्यारे मन सीताराम रघुपति राघव राजा राम पतित पावन सीताराम राम 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 पाडो राम 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 कृष्ण गोविंद माधव केशव पांडुरंग विठ्ठल श्रीनिवास राम कृष्ण गोविंद माधव केशव പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ. ഒരു ഭക്ത ചോദിക്കുന്നു, സ്വാമിജി, ശ്രീരാമദേവൻ സീതാദേവിയെ ഉപേക്ഷിച്ചത് തത്വം പറയാം. അതിൽ തത്വമൊന്നുമില്ല. പ്രധാനമായിട്ടും ഒരു രാജാവ്, പ്രജകൾക്ക് രാജാവ് എപ്പോഴും ബഹുമാന്യനായിരിക്കണം. രാജാവിൻ്റെ ഭാഗത്തുനിന്ന് പ്രജകളുടെ വിശ്വാസത്തെ കെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ക്ലാരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം രാജാവിനുണ്ട്. അന്നേരം അയോധ്യയിലുണ്ടായിരുന്ന ആ അലക്കുകാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അമ്മ വീട്ടിൽ പോയതിനു ശേഷം തിരിച്ചു വരാൻ വൈകിയ സമയത്ത് ആ ദിവസം വരാതെ പിറ്റേ ദിവസമാണ് വന്നത്. ഒന്നുമില്ല, നദി തുളുമ്പി ഒഴുകുകയായിരുന്നു. ഇപ്പുറത്ത് വരാൻ വള്ളക്കാരനും ഇല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു വരാഞ്ഞത്. അപ്പോൾ ആ അലക്കുകാരൻ ഭാര്യയെടുത്ത് പിറ്റേ ദിവസം കണ്ടപ്പോൾ പറയാണ്, വല്ല വീട്ടിലും പോയിട്ട് നിന്നെ ഞാൻ സ്വീകരിക്കാൻ ഞാൻ ശ്രീരാമനല്ല. ഒന്നാലോചിച്ച് നോക്കണേ, ആ ഒറ്റ നാവ്. ഇത് കുറച്ച് ചാരന്മാർ കേട്ടു, അത് ലക്ഷ്മണസ്വാമി അറിയിച്ചു, അത് ഭഗവാൻ അറിയുന്നു. അങ്ങനെ ഒരു പൊതു സംസാരം നടക്കുന്നതായിട്ട് അയോധ്യയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അന്നേരം സീതാദേവിയെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് സീതാദേവിയെ ഉപേക്ഷിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക്. ചിലപ്പോൾ ന്യായീകരിക്കാം. അതായത് സീതാദേവി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് ഈ അലക്കുകാരൻ്റെ ഭാര്യയും തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൂടാതെ അഗ്നിശുദ്ധിയും തെളിയിച്ചു സീതാദേവിയുടെ പരിശുദ്ധി എന്താണ്. പക്ഷേ ധർമ്മം അങ്ങനെയാണ്. രാജാവിൻ്റെ ആ ധർമ്മം പാലിക്കാൻ വേണ്ടി ഭഗവാൻ സീതാദേവി ഉപേക്ഷിക്കുന്നു. പുറമെ ഈ ഒരു കാരണം. രണ്ടാമത്, സീതാദേവിക്ക് കൊട്ടാരത്തെക്കാട്ടി എപ്പോഴും വനമാണ് ഇഷ്ടം. പിന്നെ ഗർഭവതിയാണ്. അന്നേരം വാൽമീകി ഋഷി രാമായണം പകുതി എഴുതി വെച്ചിട്ടുണ്ടെന്ന് രാമനറിയാം. അന്നേരം ശ്രീരാമസ്വാമിയെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യർ രാമൻ്റെ മക്കൾ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ വാൽമീകി ഋഷിയുടെ ആശ്രമത്തിൻ്റെ അടുത്താണ് സീതാദേവിയെ വിടുന്നത്. അന്നേരം തീർച്ചയായിട്ടും വാൽമീകി ആശ്രമത്തിൽ സീതാദേവി പോകും. അവിടെ തന്നെ കുട്ടികൾ വളരും. കുട്ടികൾക്ക് രാമായണം വാൽമീകി ഋഷിയിലൂടെ കിട്ടും എന്ന് രാമനറിയാം. അന്നേരം മര്യാദാ പുരുഷോത്തമനാകണം ശ്രീരാമൻ. എല്ലാവർക്കും ഒരു കാണിച്ചു കൊടുക്കണം ഒരു രാജാവ് എങ്ങനെയായിരിക്കണം. വ്യക്തിബന്ധങ്ങൾക്കും അപ്പുറത്താണ് രാജഭരണം. ഭരിക്കുന്നവർ ഒരിക്കലും വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കരുത് എന്നുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു മെസ്സേജ്. അതാണ് ധീരനായിട്ടുള്ള രാമൻ. ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ, ഒരു ഭരണാധികാരി ഒരിക്കലും പ്രജകൾക്ക് വേണ്ടി ഉപേക്ഷിക്കത്തില്ല.
പല പൊളിറ്റീഷ്യന്മാരും അവരുടെ കുടുംബത്തെ നന്നാക്കാൻ വേണ്ടിയേ നോക്കും. പ്രജകൾ രണ്ടാമതാണ്. പക്ഷെ രാമൻ എപ്പോഴും പ്രജകളാണ് ഫസ്റ്റ്. പക്ഷേ തെറ്റ് ചെയ്തത് ആരാണ്? അലക്കുകാരനാണ്. ഭഗവാൻ കൃഷ്ണൻ ലീലാ പുരുഷോത്തമൻ, ലീലകൾ ചെയ്യും. ഇതേ അലക്കുകാരനെ നന്നായി അലക്കി ശ്രീകൃഷ്ണ ഭഗവാൻ. പക്ഷെ രാമനായിട്ട് വന്നപ്പോൾ ആ അലക്കുകാരനെ ഒന്നും ചെയ്തില്ല. ആ പറയുന്ന ആ കമൻസിനെ സ്വീകരിച്ചു. അത്രയ്ക്ക് പരിശുദ്ധമാണ്, പാവനമാണ് ശ്രീരാമൻ. കാരണം മനുഷ്യരെങ്ങനെയാണ് ജീവിക്കേണ്ടത്? ധർമ്മത്തിന് വേണ്ടി ഒരുപാട് യാതനകൾ, വേദനകൾ അനുഭവിക്കേണ്ടി വരും. 14 വർഷം വനവാസം. അത് കഴിഞ്ഞിട്ട് സീതാദേവിയെ തിരിച്ചു കിട്ടി. അതിനുശേഷം രാജ്യം ഭരിക്കുമ്പോൾ അലക്കുകാരിങ്ങനെ പറയുന്നു, സീതാദേവി ഉപേക്ഷിക്കുന്നത്. അന്നേരം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വിട്ടുവീഴ്ചകൾ ചെയ്യരുത്. ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന മഹത്തായിട്ടുള്ളൊരു സന്ദേശം നമുക്ക് നൽകാൻ വേണ്ടിയാണ് ശ്രീരാമസ്വാമി അത് ചെയ്തത്. അതുകൊണ്ടല്ലേ രാമായണം ഇത്രയും വേദനാജനകമായിട്ടുള്ളൊരു മധുരം നമുക്ക് എപ്പോഴും തരുന്നത്. ഹരേ കൃഷ്ണ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രഘുപതി രാഘവ രാജ പതിത പാവന സീതാരാം. രഘുപതി രാഘവ രാജ പതിത പാവന സീതാരാം. അയോധ്യവാസി पावन जानकी जीवन पिता मोहन पतित पावन जानकी जीवन सीता मोहन अयोध्यावासी राम दशरथ पतित पावन जानकी जीवन सीता मोहन पतित पावन जानकी जीवन सीता रामचंद्र भगवान की जय। रघुवंश श्री रामचंद्र भगवान की जय। हरे कृष्ण। सीता मैया की जय। लक्ष्मण भरत शत्रुघ्न स्वामी की जय। हनुमत स्वामी की जय। हरे कृष्ण. ഈ വീഡിയോ മാക്സിമം ഭക്തർക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക. ജയ ശ്രീറാം.